ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ നമ്മളൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പർപ്പിൾ കളറും അതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ബ്ലൂ ഞാൻ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ആദ്യം ഒരു ബേസ് കോട്ടായിട്ട് ഒരു ജെസ്സോ അതുപോലെ ഒരു വൈറ്റ് ആക്രിലിക് കളർ പെയിൻ്റ് ഒന്നും നമ്മൾ അടിക്കുന്നില്ല. നേരിട്ട് തന്നെ ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ആ ഒരു പർപ്പിൾ കളർ ഞാൻ ബോട്ടിലിൻ്റെ ഒരു പകുതി വെച്ചിട്ട് ഇങ്ങനെ ആ നെക്കിൻ്റെ ഒരു സൈഡ് വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് കോട്ട് തന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബോട്ടിലിൻ്റെ ആ ഒരു താഴെ ഭാഗത്തും നെക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഈ ലൈറ്റ് ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രോൺസിൻ്റെ ഒരു ഷെല്ലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു വാലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു പീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും എൻ്റെ കയ്യിലില്ല, കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ബാക്കിയുള്ള ഒരു ഭാഗത്തുള്ള ഷെൽസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു വാലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു പോർഷൻസിന് ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ ആണിത്. ഈ ഒരു ഷെൽസ് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി അതിലുള്ള ഒരു വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സോപ്പ് പൗഡറിലോ അല്ലെങ്കിൽ ഷാമ്പൂയിലൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഇല്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റ് പോലെ തോന്നുള്ളൂ. അത്രയ്ക്കും ഒരു സ്മെല്ലൊന്നും ഇല്ല. നമ്മളിതുപോലെ പ്രോൺസിൻ്റെ ഒരു ഷെല്ലും അതുപോലെ ബ്രൂം സ്റ്റിക്കൊക്കെ എടുത്തിട്ടൊരു ഫ്ലവർ ബഞ്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നല്ലൊരു സിമ്പിളാണ്, അതുപോലെ ഒരു ചിലവും ഇല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വർക്കും ആയിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ഗ്രീൻ കളറൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വാലിൻ്റെ ആ ഒരു പോർഷൻ തന്നെ ആ ഒരു ബാക്കി ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ള ഒരു ലാസ്റ്റ് പോർഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊരു 2 എതള് പോലെയുള്ള, അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് യെല്ലോ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ യെല്ലോ കളറും ഗ്രീൻ കളറൊക്കെ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലൻ്റെ ആ ഒരു തണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. അതിന് പകരം ടിഷ്യൂ പേപ്പർ കൊണ്ട് റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റെമ്മ് പോലെ എടുക്കാം, അല്ലെങ്കിൽ വൂളൻ ത്രെഡോ എന്തെങ്കിലും ഒരു ജൂട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു കറിവേപ്പിലൻ്റെ തണ്ട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഞാനത് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു തണ്ട് ഞാനിങ്ങനെ ചെരിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റെമ്മ് പോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള ഷെൽസൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ആ ഒരു ഗ്രീൻ കളർ ആ ഒരു പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ ഒരു കറിവേപ്പിലേൻ്റെ ഒരു തണ്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അതൊന്നിങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ലീഫിൻ്റെ ഒരു പോലെ ആവുന്ന രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അത് ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഇത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഈ പെയിൻ്റ് അടിച്ച് വെച്ച ആ ഒരു ഷെൽസിൽ വെച്ചിട്ട് കുറച്ച് വലിയത് നമ്മൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് ചെറുത് ഇങ്ങനെ മേലോട്ട് അങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷെൽസൊക്കെ നമ്മളൊന്ന് ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കറിവേപ്പിലിൻ്റെ തണ്ടിൻ്റെ 2 സൈഡിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ലീവ്സൊക്കെ പോലെയുണ്ട് കാണാൻ. ഇനി നമുക്കിതിന് ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വാലിൻ്റെ ഒരു പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു 2 എണ്ണമായിട്ട് ഇങ്ങനെ കൂടി നിന്നിട്ടായിരിക്കും ഒരു വി പോലെ. അപ്പോൾ അത് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സൺഫ്ലവർ പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ ആ യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ കുറച്ചൊരു ചെറുതാണല്ലോ, അപ്പോൾ ആ ഒരു ലീഫും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു സ്പേസ് ഇല്ലാതായി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൽ ലീവ്സും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 2-3 പീസും കൂടെ നമ്മൾ പെയിൻറ്റ് അടിച്ചതൊക്കെ ഒന്ന് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ പോലെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, ഒരു ബട്ടർഫ്ലൈ പോലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നടുക്കുള്ള ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ വരച്ചു കൊടുത്താലോ എന്ന്. പിന്നെ നോക്കിയപ്പോൾ ഒരു നീഡിൽ പോലെ ഒരു പീസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ പ്രോണിൻ്റെ ഒരു ഷെൽസിൻ്റെ അകത്ത്. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് വെച്ച് നോക്കിയപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് 2-3 ബട്ടർഫ്ലൈസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രീന് യെല്ലോ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ക്രിംസൺ റെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീനിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല, ഇനി ഉള്ള ഭംഗിയും പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വൈറ്റ്, അതുപോലെ ഒരു യെല്ലോ, വേറൊന്ന് റെഡ്, അങ്ങനെ 3 കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബട്ടർഫ്ലൈസിൻ്റെതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ചിറകിലൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത്രയൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റിൽ ബ്ലാക്ക്, അതുപോലെ റെഡിൽ യെല്ലോ, യെല്ലോയിൽ അതുപോലെ റെഡ്, അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ആണെന്ന് കുറച്ചും കൂടി ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആൻറ്റിനെ പോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാതെ വേണമെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പി ഉണ്ടാവുമല്ലോ, ഗോൾഡൻ കമ്പിയൊക്കെ, ആ ഒരു കമ്പി വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു യെല്ലോന് ബ്ലാക്ക്, അതുപോലെ വൈറ്റിന് വൈറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു സ്റ്റെമ്മിന് ഞാൻ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടൊന്ന് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ലീവ്സും ഫ്ലവേഴ്സും അതുപോലെ ഒരു ബട്ടർഫ്ലൈസും ഒക്കെ നമ്മൾ ഈ പ്രോൺസിൻ്റെ ഷെല്ലുകൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എത്ര ആയിട്ടും ഒരു ഭംഗി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്കൊരു വാർണിഷ് കൊണ്ട് അടിച്ചു വെച്ചാൽ ഒരുപാട് കാലം അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പ്രോൺസിൻ്റെ ഷെല്ല് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ബഞ്ച് ചെയ്തത് ഏകദേശം ഒരു 6 മാസത്തിലേറെയായി. ഇതുവരെ അത് ചീത്തയായി പോയിട്ടൊന്നുമില്ല. എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 2 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം നജ്മ ഫർസാന കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രോൺസിൻ്റെ ഷെല്ല് യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുമോ ചോദിച്ചിട്ട്. അതുപോലെ കാജൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പേർപ്പിൾ കളറിലൊരു ബോട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. 2 പേർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രോൺസിൻ്റെ ഷെൽസൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ബോട്ടിൽ ആർട്ടും നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അൻസെൽന, വൈഗ, നെയിം സക്കീർ, ബിസ്മ, അമാന നസ്രീൻ, ബഷീർ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് 7th പഠിക്കുന്ന മലപ്പുറത്തുള്ള അൻഷിഫയാണ്. നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു 3 ടൈപ്പ് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 3ഉം ട്രൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓറഞ്ചിൻ്റെ സ്കിന്ന് യൂസ് ചെയ്തിട്ട് നമ്മളൊരു റോസിൻ്റെ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി 5th പഠിക്കുന്ന അൻസ്ന മേരി അയച്ചു തന്നത് നമ്മൾ കോഫി പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് 8th പഠിക്കുന്ന റുഷ്ദയാണ്. നമ്മളൊരു ഡബിൾ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി ജഹാന ഷെറിൻ അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഉണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബഡ്സ് യൂസ് ചെയ്തിട്ടൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി കാസർഗോഡുള്ള ഫാത്തിമ ഹുസ്ന അയച്ചു തന്നത് നമ്മളൊരു സ്റ്റോൺ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ശ്രീജ അനിൽ അയച്ചു തന്നത് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി അരൂരുള്ള അനുശ്രീ അയച്ചു തന്നത് നമ്മളൊരു ഡബിൾ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രോൺസിൻ്റെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.